ഒരു അറബിക് പദ്യചൊല്ലലിന്റെ അത് ഞാൻ കേട്ടതിന് കാരണം കഴിഞ്ഞ ദിവസം ഈ അറബിക് സംസ്കൃതം ഇത്തരം ഭാഷ ആയിട്ട് ബന്ധമുള്ള ഒരു മത്സര ഇനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമാണ്. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇവിടെ നീ തള്ളി വിടുന്നതല്ലാതെ? അയ്യോ, അത് ഒരിക്കലും നമുക്ക് പറ്റില്ല കേട്ടോ. അറബിക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും അറിയില്ല. പക്ഷെ നമുക്ക് അവിടെയാണ് ഈ റിപ്പോർട്ടിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അറബി അറിയാത്തൊരു കുട്ടിയാണ്. ആ കുട്ടി എ ഗ്രേഡ് സ്വന്തമാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. വൈഗ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ 14 പേരുണ്ടായിരുന്നു മത്സരിക്കാൻ. ആ കൂട്ടത്തിൽ നിന്നാണ് അറബി അറിയാമായിരുന്നിട്ട് പോലും ആ കുട്ടി അതിൽ പങ്കെടുത്ത് എ ഗ്രേഡും സ്വന്തമാക്കി മിടുക്കിയായി തിരിച്ചു പോകുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിലേക്ക് നമുക്കൊപ്പം ചേരുന്നത് ഒരു സോഷ്യൽ മീഡിയ കുടുംബമാണ്. പാട്ടുവീട് എന്നറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ ചാനലുള്ള സോഷ്യൽ മീഡിയ വളരെ വൈറലായ ഒരു കുടുംബമാണ് ഈ ഒരു 3 പേരുള്ളത്. ഇത് വൈഗ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി, ഈ കുട്ടിക്ക് ഇന്ന് ഇവിടെ അറബി പദ്യം ചൊല്ലിയിൽ എ ഗ്രേഡ് ലഭിച്ചിരിക്കുകയാണ്. 14 കുട്ടികൾ പങ്കെടുത്തു. 14 കുട്ടികളും മുസ്ലിം കുട്ടികളായിരുന്നു. അവരെല്ലാം അവർക്കിടയിൽ അറബി അറിയാതെ തന്നെ ഈ വൈഗ എന്ന് പറഞ്ഞ കുട്ടി എ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട് ആ ഒരു സന്തോഷം ഒന്ന് പങ്കുവെക്കുമോ? നല്ല സന്തോഷമാണ്. എനിക്കിങ്ങനൊരു നേട്ടം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും എന്നെ പഠിപ്പിച്ച ടീച്ചറോടും എല്ലാവർക്കും താങ്ക്സ്. സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം ആളുകൾ അറിയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നുള്ളൊരു റെസ്പോൺസ് എന്താ? കണ്ടാൽ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു എ ഗ്രേഡ് കൂടി കിട്ടിയപ്പോൾ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? എല്ലാവരും ഇവിടുന്ന് തന്നെ എല്ലാവരും കണ്ട് സംസാരിക്കുന്നുണ്ട്. കുറേ പേര് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം നല്ല സന്തോഷമുണ്ട്. തീർച്ചയായും കുട്ടിയുടെ അച്ഛനോട് കൂടി നമുക്ക് ചോദിക്കാം, മോളുടെ ഈ ഒരു നേട്ടത്തെ എങ്ങനെ നോക്കി കാണുന്നു? വളരെയധികം സന്തോഷം. കാരണം ഈ ഒരു വിഷയത്തിൽ അവൾ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്കായിരുന്നു, ലൈറ്റ് മ്യൂസിക്കിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ പങ്കെടുത്തത്. ഇത് ടീച്ചറുടെ ഒരു നിർബന്ധപ്രകാരമാണ് മോൾ ഈ ഒരു വിഷയം 1 മാസം കൊണ്ടാണ് പഠിച്ചെടുത്തത്. അത് അത്ര എളുപ്പമല്ലാന്നറിയാലോ അറബിക്കായതുകൊണ്ട്. വളരെയധികം സന്തോഷം. ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. വൈഗയുടെ അമ്മയും ഉണ്ട്. ഒപ്പം നമുക്ക് ചോദിക്കാം, എത്രത്തോളം സന്തോഷമുണ്ട്? തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അതൊന്ന് പങ്കുവെക്കാം. വളരെ സന്തോഷം, അതിലേറെ അഭിമാനമുണ്ട്. ഒന്നാമത്തെ കാര്യം, മോള് പഠിക്കുന്ന അതേ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ സ്കൂളിലേക്കുമാണ് ഈ ഒരു അഭിമാനം പോകുന്നത്. പിന്നെ അവിടുത്തെ തന്നെ അറബിക്ക് ടീച്ചറിൻ്റെ ഒരു നിർബന്ധത്താലാണ് മോൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യുന്നത്. അറബിക്ക് അവളുടെ ഐച്ഛിക വിഷയമല്ല, അറിയത്തുമില്ല. അപ്പോൾ ടീച്ചറിൻ്റെ ഒരു സ്നേഹ നിർബന്ധത്തിലാണ് നമ്മൾ തന്നെ ഇതിനോട് സഹകരിക്കുന്നത്. അപ്പോൾ അത് ഏതായാലും ടീച്ചറിൻ്റെ തീരുമാനം കറക്റ്റായി എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ കാണാൻ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങോട്ട് വരുന്നത് അറിഞ്ഞിട്ട് അതും ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അമൃത ടി വിയുടെ തന്നെ റെഡ് കാർപ്പറ്റ് അമ്മയും മകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അമൃത ടി വിയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. അമ്മയും മകളും അതുപോലെ തന്നെ റെഡ് കാർപ്പറ്റ് ഇതിലൊക്കെ വന്നിരുന്നു. സന്തോഷം. തീർച്ചയായും അതുതന്നെയാണ് ഈ ഒരു നേട്ടത്തിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഫാമിലി എന്ന് അറിയപ്പെടുന്ന ഇവർ വളരെയധികം സന്തോഷത്തിലാണ്. ഈ ഒരു കലോത്സവ നഗരിയിൽ ഒപ്പനയിൽ എ ഗ്രേഡ് നേടിയ വൈഗയെ നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കാം. ക്യാമറമാൻ രാജേഷ് താവലോടിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്, കൊല്ലം.